മിക്ക ആൾക്കാരും ജർമ്മനിയിലത്തെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞുള്ള വീഡിയോസാണ് കണ്ടിരിക്കുന്നത്. എനിക്കും അത് തന്നെയാണ് പറയാനുള്ളത്. അമ്മാതിരി വേഷം കെട്ടാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോയിൻമെന്റ്സ് ഒക്കെ നേരം വൈകി കിട്ടുന്നത് പിന്നെയും പോട്ടെ എന്ന് വിചാരിക്കാം. ഇവിടെ ഡോക്ടേഴ്സിനെ നമുക്ക് കിട്ടാനില്ല. 4 മാസമായിട്ട് പുതിയ സിറ്റിയിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് വന്നിട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ ഈ സിറ്റിയിലുള്ള എല്ലാ പീഡിയാട്രീഷ്യന്മാരെയും ഞാൻ വിളിച്ചു നോക്കി. അവർക്ക് ആർക്കും ഈ പുതിയ കുട്ടികളെ എടുക്കാൻ പറ്റില്ല. അവരെല്ലാം ഫുള്ളാണ് എന്നാണ് പറയുന്നത്. അവർ വേണമെങ്കിൽ ന്യൂ ബോൺ ബേബീസിനെ എടുക്കാം എന്നാണ് പറയുന്നത്. പക്ഷെ എൻ്റെ ഈ 2 പിള്ളേരാണെങ്കിൽ ജനിച്ച് കഴിയുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ അടുത്തുള്ള സിറ്റിയിലോട്ടും വിളിച്ചു നോക്കി. അപ്പോൾ അവിടെയുള്ള പീഡിയാട്രീഷ്യന്മാർക്ക് ഒടുക്കത്തെ വാശി. ഞങ്ങളുടെ സിറ്റിയിലത്തെ കുട്ടികൾ അവർ എടുക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മുടെ ഇൻഷുറൻസിനെ കോൺടാക്ട് ചെയ്തു. അവർ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാ ദിവസവും മെയിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ആരും കിട്ടിയിട്ടില്ല, നമുക്ക് ആരെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെ അറിയിക്കാനായി. അവസാനം നമ്മൾ നമ്മുടെ 18ാം തടവായ 116117 വിളിച്ചു. നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടി. അങ്ങ് ദൂരെയാണ് കിട്ടിയിരിക്കുന്നത്, എങ്കിലും കുഴപ്പമില്ല, അത്യാവശ്യം വേണ്ട വാക്സിൻസും എക്സാമിനേഷനും ഒക്കെ ചെയ്തിട്ട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ രജിസ്റ്റർ ചെയ്യാൻ അവിടെ പറ്റില്ല എന്ന് പറഞ്ഞു. കുട്ടികളുടെ ഡോക്ടറെ നിങ്ങൾ നിങ്ങളുടെ സിറ്റിയിൽ തന്നെ കണ്ടുപിടിക്കാനാണ് അവരും പറഞ്ഞത്. ഈ ഒരു അവസ്ഥ ആവണമെന്നില്ല, എങ്കിലും കുറച്ച് പേരൊക്കെ ഈ ഒരു അവസ്ഥ അനുഭവിക്കുന്നവരുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ.